കിസാൻ മോർച്ചയും സെൻട്രൽ ട്രേഡ് യൂണിയനുകളും ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദാണ് ഇന്ന്. സംയുക്ത കിസാൻ മോർച്ച ഗ്രാമീണ ബന്ദിനും തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപക പണിമുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ റോഡ് തടയൽ ആഹ്വാനവുമുണ്ട്. എന്തായാലും മിനിമം വേതനത്തിൽ വർധനവ്, തൊഴിൽ നിയമങ്ങളിലെ ഭേദഗതി അടക്കം ആവശ്യപ്പെട്ടാണ് സമരം. നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദന, വിശദാംശങ്ങൾ. ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു ചില കർഷക സംഘടനകളും അതേപോലെ തന്നെ ചില പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും. ഇന്നിപ്പോൾ ഭാരത് ബന്ദ് നടക്കുകയാണ്. അതേസമയം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബന്ദിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ല. ജനജീവിതം സാധാരണ പോലെ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ പൊതുഗതാഗത സംവിധാനങ്ങളൊന്നും തന്നെ ഒരു മുടക്കവുമില്ലാതെ മുമ്പോട്ട് പോകുന്നു. അതേസമയം ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതും ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതും പൂർണ്ണമായില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതിനോടകം തന്നെ തൊഴിലാളികൾ ഫാക്ടറികളിലും മറ്റും എത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ട്രേഡ് യൂണിയൻ മറ്റ് തൊഴിലാളികളും ഇതിനോടകം തന്നെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 4 മണി വരെ വാഹനങ്ങൾ തടയുവാനുള്ള ആഹ്വാനം ചിലയിടങ്ങളിൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതും എത്രമാത്രം നടക്കും അല്ലെങ്കിൽ കാര്യക്ഷമമായി നടക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ബന്ധുകൾ പ്രഖ്യാപിച്ചാൽ അത് കേരളത്തിലൊഴികെ മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും അത് ബാധകമായി വരാറില്ല. അത്തരം കാഴ്ചകളായിരുന്നു കാണാൻ കഴിയുന്നത്. ഇന്നും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ്. എവിടെയും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാഹന ഗതാഗതം അടക്കം സുഗമമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ അടക്കം മുടക്കമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങൾക്കും യാതൊരുവിധ തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ കിസാൻ മോർച്ചയുടെ ആഹ്വാന പ്രകാരം ഇന്ന് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും ഉണ്ടാകും. അതേപോലെ തന്നെ കേരളത്തിലും സമാനമായ രീതിയിൽ ബന്ധല്ലാതെ മറിച്ച് ഇത്തരം ഗ്രാമീണ തലത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് CPM അടങ്ങുന്ന ഇടതുപക്ഷം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദിന് ആഹ്വാനം ഉണ്ടെങ്കിൽ തന്നെയും ഒരു തരത്തിലുള്ള മുടക്കങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രകോപനമോ ഇല്ലാതെ കാര്യങ്ങളെല്ലാം തന്നെ സുഗമമായി തന്നെ ജനജീവിതം സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ശരി നന്ദൻ, എന്തായാലും കുറച്ചു മുമ്പ് ഒരു പ്രേക്ഷകൻ സംശയം ചോദിച്ചപ്പോൾ നമ്മൾ ആവർത്തിച്ചിരുന്നതാണ്. കാരണം ഇപ്പോൾ നന്ദൻ കൂടി അത് വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിൽ ജനജീവിതത്തിന് എന്തായാലും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട തടസ്സം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്നലെ ഭാരവാഹികൾ അറിയിച്ചതും. കാരണം പ്രകടനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതും തിരുവനന്തപുരത്താണെങ്കിൽ രാവിലെ 10-ന് രാജ്ഭവന് മുന്നിൽ നിന്നും അതുപോലെ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ പ്രകടനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇന്നലെ ഭാരവാഹികൾ അറിയിച്ചത്.